വോൾട്ടേജ് അക്രോസ് ദ റിയാക്റ്റൻസ് അല്ലേ, ആ റിയാക്റ്റൻസിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന നെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെയാണ്, ഇത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. വി എൽ ഇവിടെ നോക്കുക, വി എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ലീഡ് ചെയ്തിരിക്കുകയാണ്, ഈ വി സി എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ലാഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വി എൽ ആണല്ലോ കൂടുതൽ, അങ്ങനെ ആവുകയാണെങ്കിൽ നെറ്റ് എന്താണ് വോൾട്ടേജ് അക്രോസ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും, കൂടുതൽ ഏതാണ്, വി എൽ ആണല്ലോ, അതേ ഡയറക്ഷനിലായിരിക്കുമല്ലോ. അതായത് നെറ്റ് വോൾട്ടേജ് അക്രോസ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, വി എൽ മൈനസ് വി സി, കാരണം വി എൽ ആണല്ലോ കൂടുതൽ, വി എൽ മൈനസ് വി സി ആയിരിക്കും. അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും അല്ലേ, ഈ ഒ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും വി എൽ മൈനസ് വി സി, അതായത് നെറ്റ് വോൾട്ടേജ് അക്രോസ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ അങ്ങനെ ആവുകയാണെങ്കിൽ ഇത് ഫൈനൽ വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട്, ഈ സർക്യൂട്ടിലെ ഫൈനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ നെറ്റ്, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതിൻ്റെ നെറ്റ് വോൾട്ടേജ് നമുക്ക് കിട്ടി, ഇത് വി എൽ മൈനസ് വി സി എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ വി ആറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ ആയിരിക്കുമല്ലോ, അതായത് വി ആർ പ്ലസ് വി എൽ മൈനസ് വി സി, അതായിരിക്കുമല്ലോ നെറ്റ്